വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ചില പ്രോഗ്രാമിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് വളരെ വിഷമം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പല വീടുകളിലും ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ഒന്നും കൂടെ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. ഈ വീട് താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചില അത്യാവശ്യങ്ങൾ ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ ഞാൻ അടുത്തൊരു വീട്ടിൽ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മകൻ്റെ വിവാഹമായി. അവിടുത്തെ മകൻ്റെ വിവാഹമായിട്ട് ഇത് ഞാൻ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയത്തൊരു വീട്ടിലാണ് ഇത് കണ്ടാക്കുന്നത്. അപ്പോൾ മകൻ്റെ വിവാഹമായപ്പോഴത്തേക്ക് കുറച്ച് സൗകര്യങ്ങൾ പോരാ എന്ന് കണ്ടിട്ട് അവർ ഒരു ബെഡ്റൂമും ഒരു ടോയ്ലറ്റും കൂടെ അവർ പുതുതായി നിർമ്മിച്ചു. അത് ആദ്യം അവരുടെ വീടെന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പിലായിരുന്നു. അപ്പോഴത്തേക്ക് അവരെന്തോ ചെയ്തു, വീടിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റും ഒരു ബെഡ്റൂമും കൂടെ നിർമ്മിച്ചപ്പോൾ വീടിൻ്റെ സ്ക്വയർ എന്നുള്ള ഷേപ്പ് പോയി. വടക്ക് പടിഞ്ഞാറ് ഭാഗം, അതായത് സ്ക്വയർ ഷേപ്പിലിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് അത്രയും ഭാഗം കൂടെ തള്ളി വെളിയിലോട്ട് വന്നു. അപ്പോൾ നമ്മൾ വീടിനെ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു, വടക്ക് കിഴക്കും വീട്ടിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമുക്കൊരു മകൻ്റെ കല്യാണം വരുന്നു, വളരെ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിയൊക്കെ ആയി, കല്യാണത്തിന് മുമ്പ് വീടിന് കുറച്ചും കൂടെ മോടി കൂട്ടാനും സൗകര്യങ്ങൾ കൂട്ടാനും വേണ്ടിയിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂമും ഒരു ടോയ്ലറ്റും കൂടെ പണിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വീട് നേരത്തെ സ്ക്വയർ ഷേപ്പ് ആയിരുന്നു. ഇപ്പോൾ അത് വടക്ക് പടിഞ്ഞാറ് മാത്രം നിർമ്മിതി വന്നു, വടക്കും വടക്ക് കിഴക്കും ഒഴിഞ്ഞ് അവരങ്ങനെ വീട് വെച്ചു. വീട് വെച്ചിട്ട് വിവാഹം കഴിഞ്ഞ് അതിനകത്തോട്ട് താമസമായി. വിവാഹം കഴിഞ്ഞൊരു 3-4 മാസത്തിനകത്ത് വെച്ച് മകൻ്റെ ജോലി അങ്ങ് പോയപ്പോഴത്തേക്ക് അവർ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് എന്നെ കൺസൾട്ടിങ്ങിനായിട്ട് വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അവർ എൻ്റെ അടുത്ത് പറയുന്നില്ല. അപ്പോൾ അവർ വീടൊന്ന് പുതുക്കി പണിഞ്ഞു എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഞാൻ ചോദിച്ചു, നേരത്തെ എത്ര ഉണ്ടായിരുന്നു വീട്? നേരത്തെ ഇവിടം വരെ ഉള്ളായിരുന്നു, ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു, മോൻ്റെ വിവാഹമായിരുന്നു. അങ്ങനെ ഞാൻ പ്ലാൻ എല്ലാം നോക്കി എൻ്റെ അടുത്ത് വരച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ നേരത്തെ നിങ്ങളുടെ വീട് സ്ക്വയർ ഷേപ്പിലായിരുന്നു, പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് വീടിൻ്റെ വാസ്തു തെറ്റി നിൽക്കുകയാണ്. അതെന്ത് പറ്റി സാറേ? അത് നിങ്ങളുടെ വീടിൻ്റെ വടക്കും വടക്ക് കിഴക്കും ഇതിൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ വടക്ക് ഭാഗം ഒരു വീട്ടിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. സാറേ, ഇത് വെച്ചതിന് ശേഷം 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ്റെ ജോലി പോയി. നല്ല സാലറി ഉള്ളൊരു ജോലിയായിരുന്നു, അത് പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ സാറിനെ വിളിക്കാൻ കാരണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈ വീടിന് ഇനി ഒരു അഭിവൃദ്ധി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പം അതെന്താ പറ്റി അങ്ങനെ? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വടക്ക് പോയപ്പോൾ തൊഴിൽ പോയി, വടക്ക് കിഴക്ക് പോയപ്പോൾ വാസ്തുപുരുഷൻ്റെ ശിരസ് വരുന്ന ഭാഗമാണ് നിങ്ങളുടെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ അഭിവൃദ്ധി നഷ്ടമാവും, മുന്നോട്ടുള്ള യാത്ര ബ്ലോക്കാവും. അപ്പോൾ അവർ പറഞ്ഞു, ഇത് കറക്റ്റ് സംഭവമാണ്, തൊഴിലും പോയി, അതോടുകൂടി തന്നെ വീടിൻ്റെ ആ ഒരു പ്രോസ്പെരിറ്റിയും പോയി. അപ്പോൾ ഒരു നിർമ്മിതി നമ്മൾ അഡീഷണൽ പണിഞ്ഞപ്പോൾ നമുക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനു മുമ്പ് മറ്റൊരു വീട് നോക്കിയപ്പോൾ അവിടെയും ഇതുപോലെ സംഭവിച്ചു. അവിടെ സംഭവിച്ചത് വിവാഹത്തിൻ്റെ കാര്യമല്ലായിരുന്നു. അവിടുത്തെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നിട്ട് അമ്മ കിടക്കുന്ന റൂമിൽ ബാത്റൂമില്ല. അമ്മ കിടക്കുന്ന റൂം പടിഞ്ഞാറ് വശത്തെ റൂമിലാണ് അമ്മ കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഗൃഹനാഥയും തെക്കു പടിഞ്ഞാറ് റൂമിൽ കിടക്കുന്നു. അതിൻ്റെ ഇപ്പുറത്ത് പടിഞ്ഞാറ് വശത്തുള്ള റൂമിൽ ആ വീട്ടിലെ അമ്മ കിടക്കുന്നു. അപ്പോൾ അമ്മ പ്രായമായി വന്നപ്പോൾ അവരെന്ത് ചെയ്തു, വീട്ടിനകത്തൊരു ബാത്റൂം വേണമെങ്കിൽ അവരെന്ത് ചെയ്തു, അമ്മ കിടക്കുന്ന റൂമിൻ്റെ വെളിയിലേക്ക് അതിനകത്ത് നിന്നും പുറത്തിറങ്ങത്തക്ക രീതിയിൽ പടിഞ്ഞാറ് വശം തള്ളി ഒരു ബാത്റൂം ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യയും ഭർത്താവും തങ്ങളിൽ ഭയങ്കര അടിയും വീട്ടിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയായി. അപ്പോൾ അവർക്ക് ഇത് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് അവരെന്നെ കൺസൾട്ടിങ്ങിന് വിളിച്ചു. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഈ പടിഞ്ഞാറ് വശത്തൊരു ടോയ്ലറ്റ് ഇറക്കി അവരത്രയേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ കണക്കാണ്. ഈ പടിഞ്ഞാറ് ഒരു ടോയ്ലറ്റ് ഇറക്കിയപ്പോൾ വടക്കു പടിഞ്ഞാറും തെക്കു പടിഞ്ഞാറും വീട്ടിൽ നഷ്ടമായി. എങ്ങനെ നഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ഇരിക്കേണ്ട വീടല്ലേ, പടിഞ്ഞാറ് മാത്രം തള്ളി പുറത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ 2 എൻഡും ഇവർക്ക് മിസ്സായി. അപ്പോൾ ഈ വീട്ടിൽ പൈസ നിൽക്കാത്തൊരവസ്ഥ കന്നിമൂല നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായി. കന്നിമൂല വീട്ടിൽ ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും തങ്ങളുടെ ഐക്യത്തിൻ്റെ ഒരു ദിക്കാണ് കന്നിമൂല. ആ ഐക്യം അവിടെ നഷ്ടപ്പെട്ടു, അവിടെ തങ്ങൾ കലഹമായി. ഇനി അടുത്തൊരു കാര്യം കൂടെ അവർക്ക് വരാനായിട്ടിരിക്കുന്നുണ്ട്. എന്താണ്? വടക്ക് പടിഞ്ഞാറും പോയിട്ടുണ്ട്. അതായത് ഗൃഹനാഥൻ്റെ അഭിവൃദ്ധി കുറയും, ഗൃഹനാഥൻ ഇപ്പോൾ ക്ഷയിക്കാൻ തുടങ്ങും, ഗൃഹനാഥൻ്റെ ജോലി പോവും, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടെ അവരുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഒരു വാസ്തു പ്രോബ്ലം അവിടെ വന്നു. അപ്പോൾ ഒറ്റ ടോയ്ലറ്റ് വന്നിട്ട് 3 വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചു.
അപ്പോൾ എപ്പോഴായാലും നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്താലും വളരെ ശ്രദ്ധയോടെ നല്ല ഒരു കൺസൾട്ടന്റിനെ കാണിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. ഒരൊറ്റ ടോയ്ലറ്റ് മതി നമ്മുടെ ജീവിതം കുളമാകാൻ. അതുകൊണ്ട് എപ്പോഴും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഒരു വാസ്തുവിനെ കാണിച്ചിട്ടാണെങ്കിൽ അവരത് കറക്റ്റായിട്ടുള്ള സ്ഥാനം നിർദ്ദേശിക്കും. നിങ്ങൾ ഈ രീതിയിൽ ഇന്ന സ്ഥലത്തൊരെണ്ണം ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം വില്ലൻ തന്നെയാണ്. അത് എവിടെ വന്നാലും ആ ദിക്കിൻ്റെ സൗഭാഗ്യം അവൻ ഇല്ലാതാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഫെങ്ഷുയിലെ ചില ടൂൾസുകളിലേക്ക് പോകാം. ഇത് ഒരു ജോഡി മണ്ടേരിയൻ ടെക്സിൻ്റെ സ്റ്റാച്യു ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡും വൈഫുമായിട്ട് ഭയങ്കര കലഹമെന്ന് പറഞ്ഞു. ഇവർ തങ്ങളൊരു ഐക്യത്തിൽ പോകാൻ വേണ്ടിയിട്ട് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഈ മണ്ടേരിയൻ ടെക്കിൻ്റെ സ്റ്റാച്യു വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഒരു വെൽത്ത് ട്രീ ആണ്. ഈ വെൽത്ത് ട്രീ നമുക്ക് എവിടെ വയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നത് നമ്മളിലേക്ക് സമ്പത്തിനെ കൊണ്ടുവരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇൻഗോട്ട്സ് ആണ്. ഇത് സ്വർണ്ണക്കട്ടികൾ പോലെ ഇരിക്കുന്നതാണ്. പണ്ട് ചൈനീസ് അവർ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കട്ടികളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്വർണ്ണ ബിസ്ക്കറ്റ് പോലുള്ളതിന് പകരം ഇതുപോലത്തുള്ള സ്വർണ്ണക്കട്ടി ഇൻഗോട്ട്സ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു 4, 5, 6 ഒരു സെറ്റായിട്ട് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് നമ്മളിലേക്ക് സമ്പത്ത് വരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.